ഇന്ന് നമ്മളൊരു നോർമൽ പാൻറ്റ് എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ഇതിൻ്റെ ഈ ഫോൾഡ് വരുന്ന ഭാഗം താഴെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. തുണിയുടെ ഫോൾഡ് വരുന്ന ഭാഗം താഴെ കൊടുത്തു. ഈ ഭാഗം ഫോൾഡിംഗ് ആണ്. ഇനി നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹിപ്പ് ലെങ്ത് വന്നിട്ട് 44ആണ്. വേസ്റ്റ് അല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്, ഹിപ്പാണ്. അപ്പോഴാണ് കുറച്ച് ലൂസിൽ കിടക്കുള്ളൂ അവിടെ. അപ്പോൾ ഹിപ്പ് ലെങ്ത്ത്, ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 44 ഇഞ്ചാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 11 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ഈ 11 ഇഞ്ചിൻ്റെ കൂടെ ബാക്കി നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് കൊടുക്കാം. ഒരു 6 ഇഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് പ്ലീറ്റ്സിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രോച്ച് ലെങ്ത്ത് 14 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ആ 14 ഇഞ്ച് നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മതിയാവും. ആ 14ൽ നിന്ന് മുകളിലേക്ക് പട്ടയ്ക്ക് ഒരു 6 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ 6 ഇഞ്ച് നമുക്കതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ ഈ 8 ഇഞ്ച് വേണം നമ്മളിവിടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് അടയാളപ്പെടുത്താനായിട്ട്. ഇതാ ഇവിടെ നിന്ന് ഒരു 8 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതൊരു ബോക്സ് പോലെ വരയ്ക്കുക. ഇവിടെ നിന്നൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാക്ക് ഭാഗം ചിലത് പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട്. അങ്ങനെയൊന്നും വരില്ല. നല്ല ലൂസിൽ തന്നെ നല്ല കംഫർട്ടായിട്ട് സീറ്റ് ഭാഗം കിട്ടും. ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലെങ്ത്ത് വന്നിട്ട് 41 ഇഞ്ചാണ്. അതിൽ നിന്ന് ടോട്ടൽ ലെങ്ത്ത് 41. അതിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഈ 6 ഇഞ്ച് മൈനസ് ചെയ്തെടുക്കുകയാണ്. 6 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 35 ഇഞ്ച് കിട്ടും. ഈ 35 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ 35 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ നിന്ന് ഇതുപോലെ നമുക്ക് 35 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. കുറച്ച് നീളം മതിയാവും, കാരണം താഴ്ഭാഗമാണ്. ഇതൊന്ന് വരച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ കാലിൻ്റെ ഈ ഭാഗം ഒരു 6.5 ഇഞ്ച്, ഒരു നോർമൽ അളവെന്ന് പറയുന്നത് ഒരു 6.5 ഇഞ്ചാണ്. 6.5 ഒക്കെ മതി. ഇനി ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ചെരിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം അത് നമുക്ക് മടക്കി തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതിൻ്റെ സീം അലവൻസ് ഒരു ഇഞ്ചും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിത് മടക്കി അടിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല. ഇതാ ഈ മാർക്ക് ചെയ്തോടത്ത് നിന്ന് ഞാനിപ്പോൾ ഇത് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ സീം എലവൻസ് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്കാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ടല്ല, ഈ സീം എലവൻസ് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് വേണം ഇത് മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കതിൻ്റെ ബാലൻസ് പീസിൽ നിന്ന് മുകളിലേക്കുള്ള പട്ടയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ക്രോച്ചിൻ്റെ ബാക്കി 6 ഇഞ്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 6 ഇഞ്ചിനോട് കൂടെ 2 ഇഞ്ചും കൂടെ ചേർത്ത് 8 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. 8 ഇഞ്ചിൽ ഇതുപോലൊരു ബോക്സ് കൊടുത്തു. ഇനി നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. 12.5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് ഒരുവിധം ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് കറക്റ്റ് ആയിരിക്കും. 12.5 ഇഞ്ച് മതിയായിരിക്കും. നല്ല വണ്ണമുള്ള ആൾക്ക് മാത്രമേ വേസ്റ്റ് റൗണ്ട് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 12.5 ഇഞ്ച് എടുക്കുക, ഒരു 8 ഇഞ്ച് താഴത്തേക്ക് കൊടുക്കുക. തയ്യൽ തുമ്പും
പിന്നെ നമുക്ക് ഇങ്ങനെ മടക്കി അടിക്കാനുള്ള ആ ഭാഗവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് 6 ഇഞ്ച് കിട്ടും. അതും കൂടെ ആവുമ്പോൾ നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് കറക്റ്റ് ആവുകയും ചെയ്യും. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നോച്ചിട്ട് കൊടുക്കാം. കാരണം അത് നമ്മൾ അടിക്കുമ്പോൾ കറക്റ്റ് ബാക്ക് ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയാലും പാൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം കറക്റ്റ് ബാക്ക് വരേണ്ടത്. ഇവിടെ നമുക്ക് ഫ്രണ്ട് പോർഷനായിട്ടും എടുക്കാം. ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.